ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ബോംബെയിലേക്കുള്ള യാത്ര കേട്ടോ. അപ്പോൾ നോക്കൂ, ഞാൻ നല്ലൊരു സീൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യമായിട്ടോ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമുക്ക് ഇത്ര നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക സൺസെറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ബോറിംഗ് അല്ലേ. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് നല്ല രസമായിട്ട് ആ സൺസെറ്റൊക്കെ എന്ത് ഭംഗിയായിരുന്നു എന്ന് പറയുന്നത്. നല്ല വ്യൂ ആയിരുന്നു. ഞങ്ങൾ രാത്രിയിലായിരുന്നു, മീൻസ് ആ ഒരു വൈകിട്ട് ആ സമയത്തായിരുന്നു യാത്ര. എനിക്ക് തോന്നുന്നു 6:30 ആയിരുന്നു ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ നല്ല രസമുള്ളൊരു ഔട്ട്സൈഡ് വ്യൂ, നമുക്ക് സമയം പോയത് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് കിട്ടിയിരുന്നു. അതുമാത്രമല്ല, ഇന്ത്യൻ ഓഷൻ അല്ലേ, അതിൻ്റെ എന്താ പറയുക, വേറെ ഞാനൊരു ഇത് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഓഷ്യൻ്റെ മുകളിൽ ഇങ്ങനെ LED ലൈറ്റ് പോലെ കണ്ടോ. ഇത് എനിക്ക് തോന്നുന്നത് എണ്ണപ്പടങ്ങളായിരിക്കും ചിലപ്പോൾ, അറിയില്ല. എനിവേ നമ്മൾ എത്താറായിട്ടോ. ബിൽഡിങ്സൊക്കെ കണ്ടു തുടങ്ങി. അത് രാത്രി ആയതുകൊണ്ട് നൈറ്റ് സീൻ അല്ല. അപ്പം അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. അവിടുത്തെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ എയർപോർട്ടാണ്. അപ്പോൾ എന്തായാലും എയർപോർട്ടിലെത്തി. ഇനി നമുക്ക് എൻ്റെ സിസ്റ്ററുടെ വീട് അവിടെയാണ്. അപ്പോൾ സിസ്റ്ററുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. രാത്രി ബോംബെയിലുള്ള യാത്ര നല്ല രസമാണ്. കാരണം നല്ല എന്താ പറയുക, അമ്പരചുംബികളായ ബിൽഡിങ്ങുകളും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാലും അങ്ങനെ, പക്ഷേ എനിക്ക് അത്ര നല്ല ഭംഗിയായിട്ടൊന്നും ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ജസ്റ്റ് ഫോണിൽ ഞാനിങ്ങനെ പറ്റണ പോലെ അങ്ങോട്ട് പിടിച്ചെന്നേ ഉള്ളൂ. കാരണം ഒന്നാമത്തേക്ക് നമ്മളെല്ലാം നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ ജേർണി. അപ്പോൾ നല്ല ടയേർഡായിട്ടാണ് ഞങ്ങളവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ടൊന്നും പിടിക്കാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു 1 വീക്കിനാണ് പോയിരിക്കുന്നത്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും തിരിച്ചെത്തിയിട്ടാട്ടോ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ആക്ച്വലി എന്താ പറയുക, ഞങ്ങളൊരു 1 വീക്കിനാണ് പോയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ ഡ്രസ് ഷോപ്പിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിംഗ് ആണ് ഒരു ഇത്. പിന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ട് സെൻറ്റർ വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അത് പോയി. പിന്നെ നമ്മളൊരു വൈൻ ഡിസ്റ്റിലറിയും കൂടി വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഇടയിൽ ഒരു ദിവസം റെസ്റ്റ് എടുത്തു. കാരണം നല്ല പക്ക ടയേർഡായിരുന്നു. ആ റെസ്റ്റ് എടുത്ത ദിവസത്തെ വീഡിയോ ആണ് ഞാൻ എന്നിട്ടില്ല. ഞാനൊരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഫുൾ റെസ്റ്റായിരുന്നു. ബാക്കി എല്ലാ ദിവസങ്ങളും ഞങ്ങൾ കറക്കം തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾ വീടെത്തിയിട്ടു അങ്ങനെ. അപ്പോൾ ഇതാണ് അവരുടെ പ്രെയർ ഏരിയ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീടെത്തി. എനിക്ക് ഇനിയൊന്നും വീഡിയോ പിടിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ എൻ്റെ സിസ്റ്ററുടെ കുട്ടികളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആൻജിമോൾ, മൂത്ത ആൾ. രണ്ടാമത്തെ ആൾ ഇതാണ് കുഞ്ചൂസ് എന്നാണ് ഞങ്ങൾ വിളിക്കുക.